ഇനി വരാനിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ഒരുപക്ഷെ സംസാരിക്കാൻ നമുക്ക് കേൾപ്പുണ്ടാകും. ഒരുപാട് പേരുടെ ശബ്ദങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് വലിയ കലാകാരന്മാർക്ക് മാത്രം സാധ്യമായ ഒന്നാണ്. ഇന്ന് റൈറ്റ് ഇൻ സ്കെയിലിൽ മുമ്പതിയിൽ നിൽക്കുന്ന ഒരു ചാനലാണ് ഫ്ലവേഴ്സ് ടി വി. ഫ്ലവേഴ്സ് ടി വിയുടെ കോമഡി ഉത്സവ് എന്ന പ്രോഗ്രാമിൽ കൊണ്ടോട്ടിക്കാരനായി ഈ പ്രദേശത്തിനോട് ചേർന്ന മണ്ണാർക്കാരനായി വളർന്നു പന്തലിച്ചൊരു കലാകാരൻ. തൻ്റെ ശബ്ദ സൗന്ദര്യത്തിന് മനോഹരമായ നിരവധി കലാകാരന്മാരുടെ ശബ്ദങ്ങൾ നിമിഷ നേരം കൊണ്ട് അവതരിപ്പിക്കപ്പെടുകയും സിനിമയിലെ വീഡിയോഗ്രാഫികളെ മനോഹരമായ രീതിയിൽ ശബ്ദ അവതരണം നടത്തിക്കൊണ്ടും വേഷവിധാനങ്ങളിലൂടെയുള്ള വേഷപ്പകർച്ച നൽകിക്കൊണ്ടുള്ള ആസ്വാദകരുടെ മനം കീഴടക്കിയ നമ്മുടെ നാട്ടുകാരൻ, അഭിമാനനാമം കോമഡി ഉത്സവ് ഫ്ലവേഴ്സ് ടി വിയിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡർ കൂടിയായ അമൃത ടി വി കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമിലൂടെയും ഫ്ലവേഴ്സ് ടി വിയിലെ 3 എപ്പിസോഡുകൾ നടത്തിക്കൊണ്ട് നമ്മുടെ നാട്ടുകാരൻ ഒരു മനോഹരമായ കയ്യടി കൊടുത്തുകൊണ്ട് 50 പേരുടെ ശബ്ദം 10 മിനിറ്റ് കൊണ്ട് മിന്നായം പോലെ മാറി മറിയുമ്പോൾ സ്ക്രീനിനെ ആസ്പദമാക്കാൻ വേണ്ടി ശബ്ദ അവതരണം നടത്താൻ സ്പോട്ട് ഡബിങ്ങിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ഓൺ ടു ദ ഡയസ് വൺ മിസ്റ്റർ അജിത് കൊണ്ടോട്ടി. യെസ്, എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാതെ തോന്നുന്നു. എല്ലാവർക്കും എന്നെ അറിയാം. എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, അതുപോലെ തന്നെ എൻ്റെ കൂടെ കളിച്ചവരുണ്ട്. ഒരുപാട് ആളുകളെ എനിക്ക് പരിചയമുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, മണ്ണാരിക്കാരനാണ്. തുടങ്ങല്ലേ? നിങ്ങൾക്കൊക്കെ മിമിക്രി ഇഷ്ടമാണോ? ഇവിടെ കുറേ കുട്ടികളാണ് ആ എന്ന് പറയുന്നത്. ഞാനിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് 2 ഐറ്റം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലേ പറ്റത്തില്ല. നമ്മുടെ കേരളയുടെ ഈ ഒരു പ്രോഗ്രാമിലാണ് പുള്ളി ഇറങ്ങിയിട്ടില്ല. മാധവൻ വട്ടപ്പേര് പറയണം, മീശ മാധവൻ ആശംസകൾ അറിയിക്കുന്നു. നീ ആള് കൊള്ളവരണ പോലീസ് സ്റ്റേഷൻ, അതും സിയുടെ കാൽച്ചോട്ടല്ലാത്ത ജീവിതത്തിൽ ഒറ്റ തവണ പോലും കൈകൊണ്ട് സ്പർശിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് നിങ്ങൾ ഇപ്പോൾ ഈ വേദിയിൽ പ്രോത്സാഹനം നൽകുക? ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ വന്നുകൊണ്ടൊരു പൂ കൊടുക്കാം, അല്ലെങ്കിൽ നന്നായി എന്ന് പറയാം. പക്ഷെ നിങ്ങൾ എല്ലാവരും ഇരിക്കുന്ന വിരുത്തേറിൽ നിന്ന് എന്താണ് അജിത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുക? ഓക്കെ, കാണട്ടെ. യെസ്, നല്ലൊരു കൈഡിയാവാം. കാരണം ഇദ്ദേഹം നമ്മുടെ തൊട്ടടുത്ത കൊണ്ടോട്ടിക്കാരനാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാട്ടോ. കാരണം ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ കാണുന്നു, പക്ഷേ ഇപ്പോൾ 5 വർഷമായിട്ട് ഒരുമിച്ച് വേദികളിൽ കാണാൻ കഴിയുന്നു. അതും ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ഉടമസ്ഥനായ ഒരു വ്യക്തി നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുക എന്നുള്ളത് നമ്മുടെയൊക്കെ അഭിമാനം തന്നെയാണ്. ഫ്ലവേഴ്സ് ടി വി കോമഡി ഉത്സവ്, ഫ്ലവേഴ്സ് ടി വി സൂപ്പർ സ്റ്റാർ, ഫ്ലവേഴ്സ് ടി വി കോമഡി ഉത്സവ്, ഗിന്നസ് റെക്കോർഡ് വേദി, അതിനെല്ലാം ഉപരി അമൃത സൂപ്പർ സ്റ്റാർ, എണ്ണിയാൽ ഒടുങ്ങാത്ത വേദികൾ. കേരളത്തിലെ 14 ജില്ലകളിലും ഒരുപാട് വലിയ കലാകാരന്മാരോടൊപ്പം വേദി പങ്കിടുന്നു. അതിനെല്ലാം ഉപരി ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെയും ഗസ്റ്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ അഭിമാനിക്കുന്നു. അജിത് കൊണ്ടോട്ടി, നല്ലൊരു കയ്യടി കൊടുത്തോ. നല്ലൊരു കയ്യടി ഒന്ന് അങ്ങനെ പോയിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെടാതെ അല്ലേ? പ്രത്യേകിച്ച് പപ്പുച്ചേട്ടന്റെ ശബ്ദമൊക്കെ ഇത്രയും മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു കൊണ്ടോട്ടിക്കാരൻ. അജിത്തിനുള്ള സ്നേഹോപഹാരം നൽകാൻ വേണ്ടി സുബൈറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വീകരിക്കാൻ വേണ്ടി അജിത് കൊണ്ടോട്ടിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് കയ്യടി കൊടുക്കാം. അജിത്തിനുള്ള ഈ സ്നേഹോപഹാരം അജിത്തിന് നൽകുന്നു സുബൈർ.